മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. ഒന്നും അവലക്ഷണമല്ല, തെറിക്ക് ഒരു കുറവുണ്ടാവൂല. ഒന്ന് തീർക്കത്. ദേവി മഹാമായേ, എന്തൊരാപത്ത് കൂടാണ്ട് ഭംഗിയായിട്ടെല്ലാം തീരണേ. തുറക്കടോ, പലിക്കല്ലേ. ദേവി ഭഗവതി, എന്തെങ്കിലും റേഞ്ച് ഉണ്ടാവണേ. നാട്ടുകാരുടെ തെറി കേൾക്കാനായിട്ട് വരുത്തരുതേ. ഫോൺ ചെയ്തോട്ടെ. സുധീറിന്റെ വരല് നോക്കാല്ലേ. ഇനി നമ്പർ അടിച്ച് ARP. സാധനം വന്നല്ല. അതല്ല, ഇന്നലെ ഉണ്ടാഞ്ഞോണ്ടേ ഇന്ന് ഫുൾ റേഞ്ചാണ്. ഇന്ന് തകർക്കാം. ഈ സമയത്ത് ഒരെണ്ണം കയറി വരണ്ടോക്ക്. ഇന്ന് ആർക്കും അരി വേണ്ട. റേഞ്ച് ഇല്ലാത്തപ്പോ ഇങ്ങോട്ട് വരും കുതിര കയറാൻ. എടാ, കൈനീട്ടം വിറ്ററില്ലടാ, അതിന് മുമ്പ് മണക്കാൻ വന്നേക്കാണ്. ഒന്ന് കാണിച്ചു കൊടുക്കാണ്ട്. എടാ, വല്ല മരുന്നും മേടിച്ച് കഴിക്കടാ, ഇതെന്തോ അസുഖമാണ്. സ്റ്റേഷനറി മണത്തണ. അങ്ങനെ പോരാ പോരാ, പവർ പോരാ, കഴിഞ്ഞ ആഴ്ച എത്ര പോരാ, എങ്ങനെ പോരാ. ഇനി വരാണ്ട ഒരെണ്ണം പൊട്ടിക്കാണ്ട്. കുട്ടിക്കാരനല്ലേ, അത് മണത്താ നോക്ക്. അത് സമാധാനം. എന്തൊരു ജമ്മാടത്. ഈ കള്ളിന്റെ കഞ്ചാവിന്റെ ഒക്കെ മണം ഇഷ്ടപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട്. ഈ റേഷനരി മണത്തിൽ ജീവിക്കുന്ന ഒരു ജമ്മ. അത് അവന്റെ ഒരു ലഹരിയാണ്. എന്ത് ചെയ്യാനാണ്, നമുക്കൊരു സഹായമാണ് അവൻ വന്നാലേ. അച്ഛനവിടാ? അച്ഛൻ കിടപ്പിലാണ്. ഇന്നലെ വൈകുന്നേരം കൂടി കണ്ടാണ്ട. അല്ല, അച്ഛന് കുഴപ്പം പറ്റി കിടപ്പല്ല. രാവിലത്തെ അടിച്ച മൂത്ത് കിടപ്പ. അത് സ്ഥിരമുള്ള പരിപാടിയല്ലേ. ഇച്ചിരി പണിത്തരം ഉണ്ട്. ആ വിരലൊക്കെ ഒന്ന് തുടച്ചു നോക്ക്. കൈ വെച്ചേ നോക്കി കുത്തത്. പ്രഭാകരനല്ല എന്റെ പേര്. അയ്യടാ, പേര് മാറി കുത്തിയടാ. ക്യാൻസൽ ചെയ്യ്. റെഡിൽ കുത്തിക്കാൻ മാറ്. ഇനി രണ്ടാമത് എൻട്രി ചെയ്തേ. അത് തള്ളി അകത്തോട്ട് നോക്കല്ലേ, പതുക്കെ വെച്ചാൽ മതി. എന്താ വേണ്ടതില്ലേ? 20 കിലോ അരിയുണ്ട്, 5 കിലോ ഗോതമ്പുണ്ട്. എല്ലാം വേണം. സഞ്ചി കൊടുക്കണ്ട. സഞ്ചി ഒന്നും ഒരു 10 കിലോ അരി കൊണ്ടായിക്കോ. 10 രൂപ. 10 രൂപ എടുക്കണ കുട്ടിയെ. എന്തിന്? അരിക്ക് ഫ്രീ അല്ലേ? 10 എന്തിനാണ് ഇപ്പൊ? 1 ഉറുപ്പ്യാണ് അരിക്ക്. ഇപ്പൊ വെറുതെ കിട്ടില്ല. സുഖതയോട് ഇത്ര നാളിത് ഫ്രീ ആയിട്ട് ഇടിക്കൊണ്ടിരുന്ന അരിയല്ലേ ഇത്? BPL കാർഡല്ലേ? അതെ. ഇതിനിപ്പോ 1 രൂപ വെച്ച് വേണം 1 കിലോ അരിക്ക്. എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ? പത്രത്തിലുണ്ടായല്ലോ. അതെ, ഈ മിഷ്യം വന്നതിന്റെ ശേഷം ഇപ്പൊ 1 ഉറുപ്പ്യ വേണം. മഞ്ഞക്കാട്ടിൽ അരിക്ക് മാത്രമേ കാശില്ലാത്തുള്ളൂ. മനസ്സിലായോ? സുഖതയോടിന് ഇപ്പൊ വിഷയം വാങ്ങിച്ചത് ഞാൻ കാശിന് എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തൊരു കഷ്ടം നോക്കിയത്. 1 രൂപയുടെ അരി മേടിക്കാൻ ഒരു 10 രൂപ തരാനില്ല എന്നാ പറഞ്ഞു. ആര്? ഞാൻ 10 രൂപ കടം കൊടുത്ത് അരിയും കൊടുക്കണം. മിണ്ടാതെ പോയിക്കാണ്. മോനൊരു കാര്യം ചെയ്യും, വീട്ടിൽ പോയിട്ട് 10 രൂപ എടുത്തുണ്ടോ. അരി ഇവിടെ ഉണ്ടല്ലോ, ചാക്കിലുണ്ടല്ലോ. അരി തന്നൂടെ, ഞാൻ പൈസ കൊണ്ടുപോയി ഞാൻ തിരിച്ചു കൊണ്ടുവരണേട്ടാ. കൈ നട്ടാണ്, അതുകൊണ്ടാണ് കൊടുക്കുന്ന. ശരിയാണ്. ഒരു അറിയിപ്പില്ലാണ്ട് ഇപ്പൊ കാശ് കൂട്ടിയത്. മോനെ, ഈ കൂട്ടിയ കാശ് എന്ന് പറയണത് 1 രൂപയല്ലേ? അത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അല്ല, ഇത് ഇവിടെ ഇല്ലെങ്കിലോ? അരി വെറുതെ കിട്ടില്ലല്ലോ. ആരെങ്കിലൊക്കെ അധ്വാനിച്ചുണ്ടാക്കണതല്ലേ. കൊണ്ടങ്ങോട്ടാ 10. എന്റെ ഉണ്ണി ഒന്ന് വെറുതെ ഉണ്ണി ഒന്ന് ഇവൻ ഈ അരി നിന്ന് വിത്തം പിടിക്കുന്നത് ഉണ്ട് കേട്ടോ. അച്ചക്ക് തന്നെ തിന്നാ. പ്രസ് പോയില്ലേ മാഷേ?
ഇന്ന് പ്രസ്സിലൊന്നും പോയില്ലടോ. ആ. ഇന്നലെ ഭാര്യ വന്നിട്ട് ആ അവള് കുറെ നേരമൊക്കെ നിന്നത് ഇതിലെന്താ കംപ്ലൈന്റ് ആണെന്ന് പറയണല്ലോ. അല്ല അത് ഈ നെറ്റ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമുക്ക്. ഒന്നും നടക്കില്ല. ഒന്നും നടക്കില്ല. നെറ്റില്ലെങ്കിൽ പിന്നെ ഒരു പറ്റും നടക്കില്ല. ഒരു പറ്റും നടക്കില്ല. ഞാനിപ്പോ അത് കാരണം നിന്ന് മെനക്കെട്ടേക്ക് ഇന്നിപ്പോ പ്രസ്സിൽ പോയില്ല. ഇപ്പൊ പുതിയ നിയമം ജനങ്ങൾക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞ ആകെ വരച്ചിലാണ്. എന്തപ്പോഴത്തെ സ്ഥിതി ഇതൊക്കെ കൊണ്ടുവന്നിട്ട്? എന്ത് റേഷൻ കട നിർത്താൻ പോവാ ഞാൻ. അതെന്തേ? 10 വയസ്സിലെന്ന് ആകെ 16 റുപ്യ ശമ്പളം കിട്ടുക. അതിൽ 9 റുപ്യ ബന കൊടുക്കണം, ആ. 3 റുപ്യ ഇതിന്റെ വാടക കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണം. പിന്നെ ഞാൻ എന്തിനാ ചൊറിയും കുത്തി പഠിക്കുന്നത്? പഴയ തിരുമല നടക്കണില്ല. ഒന്നും നടക്കണില്ല. തിരുമലേ അല്ലെങ്കിൽ ഇതൊക്കെ ജനങ്ങൾ വെറുതെ പറയണതാണ്. റേഷൻ കടക്കാർ കരിഞ്ചന്തയ്ക്ക് വെക്കുക അത് എന്നൊക്കെ. 10 പൈസ നാട്ടുകാരനെ ഞാൻ പറ്റിച്ചിട്ടില്ല ഇന്ന് വരെ. ഞാൻ അധ്വാനിച്ച കാശുകൊണ്ട് 2 കൊല്ലം അറസ്റ്റ് ചെയ്തിരി അല്ല അതൊക്കെ ഉണ്ടായിക്കോട്ടെ. അതൊക്കെ ഇപ്പൊ സാധാരണ പതിവ്. അതൊക്കെ റേഷൻ കടയൊക്കെ ആകുമ്പോ അങ്ങനെയൊന്നും ഇല്ലാണ്ടൊന്നും പിടിച്ചേക്കാൻ പറ്റില്ലടോ. എന്തിനാവട്ടെ അരി എടുക്കല്ലേ എനിക്ക് അരി. അപ്പൊ അതില് കാർഡിൽ എത്ര ഉള്ളു? എനിക്ക് എപ്പോഴും വരാൻ കാർഡിൽ ഗോതമ്പുണ്ട്, 3 ടൈപ്പ് അരിയുണ്ട്. 4 പേരല്ലേ? 8 കിലോ അരി ഉണ്ട്. 8 കിലോ അരി ആയിക്കോട്ടെ. അയ്യോ എന്തേ? റേഞ്ചില്ല, നെറ്റ് പോയി. ഈ വർത്താനം പറയുന്ന വിവരം അരി മേടിച്ച് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലോ? പോയി ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ഞാൻ പറയണത്? കുറച്ചേരം കാക്ക് ഭാഷ വരും. ഒരു കഷ്ടം നോക്കിയാൽ ഒരു കാര്യം ചെയ്യ്. നീ എന്തായി കാണിക്കണത്? അല്ല ഇതിപ്പോ അവിടെ വെച്ചിട്ട് ബില്ല് കുത്താൻ പറ്റും. ഇവിടെ ആക്കിയത് റേഞ്ച് എന്താന്ന് നോക്കിയത്. ഞാനേ കുറച്ച് മരുന്ന് മേടിക്കാണ്ട്. എന്നാ അതിവിടെ ഇരിക്കട്ടെ, മാഷ് പോയിട്ട് വരും. റേഞ്ച് ഇല്ല. ഞാനേ ഇപ്പോഴൊന്നും വരണ്ട. ഒന്ന് എടുത്തോണ്ട് നിനക്ക് വല്ല പോട്ടെ. റേഞ്ച് പണിക്ക് ഇല്ലല്ലോ. പോയിക്കോളാ. ഏത് നേരം ഇവിടെ കുത്തിയിരുന്ന് ഈ പച്ചരി നിന്നിട്ട് വല്ല പിത്ത പിടിക്കണാക്കാ. ഞാൻ പോയിട്ട് വരാം. ഉണ്ണി 2 ചായ മേടിച്ചോടാ. 3 മണിക്കാ? 2 മതി. 2 മതി. 2 മതിയാ? ആ അപ്പൊ എനിക്ക് വേണ്ട. എന്നാ 3 മേടിക്ക്. നീ ചെല്ലി തിന്നാൻ വേണ? എന്റെ പ്രാർത്ഥന പോലെ ഇരുന്നോ. ആ സത്യശീല വരുന്നുണ്ട്. ഇന്നലെ വന്നിട്ട് തിരിച്ചു പോയത് തന്നെ അയാളുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരും. ഇന്ന് കിട്ടുമാരി? ഇന്ന് കിട്ടുമോന്ന്? അതെ. എന്താ അതെ? ഈ റേഞ്ചേ. എന്ത് റേഞ്ച്? ഈ സിഗ്നല്. എന്ത് സിഗ്നല്? എന്ത് സിഗ്നല് ഞങ്ങൾ പറയണത്? അല്ല ഇതിലെ സിഗ്നലേ മിഷ്യന്റെ എനിക്കൊന്ന് അരി തരുമോ? അത് കുറച്ച് സമയം പിടിക്കട്ടെ. ഇനി എന്ത് കുറച്ച് സമയം? എന്തൊരു കഷ്ടം നോക്ക്. ഇങ്ങോട്ട് വാ, റേഞ്ച് വന്നു. വേഗം കാർഡ് ഉണ്ടാ. ഇനി അത് പോയിട്ട് വേണം ഇവിടെ കിടന്ന് അലമ്പാൻ. ഇങ്ങനെ വാ. കാർഡ് എടുക്കുന്നു. പതുക്കെ പറയാൻ പോരെ. സുഖമായിട്ട് അടിച്ചേ. നമ്പർ പറ. 64 34. വെച്ചോ വെച്ചോ. പെരല് വെച്ചോ. ആ വരല് വെക്ക്. പെരല് വെക്കാൻ. വരല് വെക്ക്. ആ തെളിയാനല്ലോ. നേരെ വെക്കി. 1 മിനിറ്റ്. ഇതില് പാടൊന്നുമില്ലല്ലോ. ഇത് ഒന്ന് സത്യശീല ഒന്ന് തലയിലെങ്ങനെ ആക്കിയ നീ വെക്ക്. ഇവിടെ തെളിയാനല്ലോ. മറിമായം